അങ്ങനെ ഞങ്ങളുടെ പേരക്ക മാങ്ങ വിളവെടുത്തു കേട്ടോ. പേരക്ക മാങ്ങ എന്നും അല്ലെങ്കിൽ ഞെട്ടുകുഴിയൻ മാങ്ങ എന്നും ഒക്കെയാണ് പറയുന്നത്. പേരക്ക മാങ്ങ അത് ഈ പഴുത്താൽ വായിൽ വെച്ചാൽ ആപ്പിൾ പോലെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. എന്താ പറയുക, ആകെ 5-8 കിട്ടുകയുള്ളൂ. ഒരുപാടുണ്ടായി. കുറേ കണ്ണിമാങ്ങയായിട്ട് വീണുപോയി. പിന്നെ കുറച്ച് വലുതായതിന് ശേഷം വീണുപോയി. അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ണിമാങ്ങ അച്ചാറിടാൻ പറ്റുമായിരിക്കും, ഞാനെടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഒരുമാതിരി മൂത്തിട്ടുണ്ട്, ചെനച്ചതാണ്. അത് കണ്ട, ചെനച്ചതായതുകൊണ്ട് തന്നെ ഒട്ടും പുളി ഉണ്ടാവില്ല കേട്ടോ. വലിയ മാങ്ങ ചെയ്ത് ഒരു 30 കിലോ 1 കിലോ വരും. ഇതുണ്ടോ, ഇത്രയും ആണെങ്കിലും ചെനച്ചതാണിത്. പക്ഷെ ഒട്ടും പുളി ഉണ്ടാവില്ല, നല്ല സ്വാദാണ് അത് തിന്നാനായിട്ട്. അപ്പോൾ പഴുക്കാനിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോത്തോളം വരുന്ന മാങ്ങകൾ താഴെ ഇങ്ങനെ വീണ് കിളികൾ കൊത്തിയിട്ടേക്കണതാണ്. പുഴുവും ഉണ്ടാവും. പഴുത്താൽ അതിൽ പുഴുവാണ്. അതേസമയം ഈ പരുവത്തിൽ നമ്മൾ പറിച്ചാൽ കുഴപ്പമില്ല. എന്നാലും ഇതേ കണ്ട, ചെറിയതായിട്ട് കേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഞങ്ങൾ പച്ചയായിട്ട് തന്നെ ഒരു 5-6 കിട്ടി. അത് ഇതുപോലെ ഇപ്പം എന്തിപ്പോൾ ഞാൻ വെറുതെ ഇത് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മുളകും പുരട്ടി കഴിക്കുന്നത് എനിക്ക് പാട് കണ്ട കേട് വരുന്നത്. പഴുത്താൽ അപ്പോൾ അത് നമുക്ക് തിന്നാൻ പറ്റില്ല, പുഴുവാകും. കിളികളിങ്ങനെ കൊത്തി താഴെ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് പിള്ളേർ പറിച്ചു തന്നാണിത്. പിന്നെ കിളികൾക്കും കൂടി വേണ്ടിയിട്ടല്ലേ പ്രകൃതി ഇത് ഉണ്ടാക്കുന്നത്. ഇതിനി കുറച്ച് ഉപ്പ് പൊടി, മുളക് പൊടി, വേറെ ഒന്നും വേണ്ട. കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി അതും അങ്ങോട്ട് പുരട്ടി നന്നായിട്ട് പുരട്ടും. എന്നിട്ട് വരഞ്ഞിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് ഒരു പാത്രത്തിലിട്ട് സുഖമായിട്ട് അങ്ങോട്ട് തിന്നുക. അത്ര തന്നെ, നല്ല സ്വാദാണ്. പഴുത്ത നല്ല സ്വാദാട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പിളിൻ്റെ ഒക്കെ പോലെ ഒരു ടേസ്റ്റ് പോലെ തോന്നും ഇത്. ഈ ശരിക്കും ഉപ്പ് മാത്രം പുരട്ടിയാലും നമുക്ക് കഴിക്കാം. ഉപ്പും മുളകും പുരട്ടിയാലും ഒന്നുകൂടി ടേസ്റ്റ് ആവുന്നു മാത്രം. ഇനി ഇതങ്ങോട്ട് കത്തിയും കൊണ്ട് ഓരോ വര അങ്ങോട്ട് വരഞ്ഞിട്ട് ചെറിയ പീസ്, വലിയ മാങ്ങ കേട്ടോ. നിങ്ങൾക്ക് പൂള് കണ്ടാൽ മനസ്സിലാവും, നല്ല വലുതാണ്. അതുകൊണ്ട് തന്നെ പൂളാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് താന്നു, പിശാങ്കത്തിൽ താന്നു, വലിയ മാംസം, വലിയ ഇതായതുകൊണ്ട്. അപ്പം അത് ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം തോന്നി. അതെൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ഇങ്ങനെ ചെനച്ച മാങ്ങ, അത് മൂവാണ്ടൻ മാങ്ങയാണെങ്കിലും ഞാനിങ്ങനെ, മൂവാണ്ടനും പഴുത്ത് ചെനച്ച് കഴിഞ്ഞാൽ മധുരമാണ്, പുളിയില്ലല്ലോ. അപ്പോൾ ആ ടൈപ്പ് മാങ്ങയില്ല, അതായത് പുളിയില്ലാത്ത മാങ്ങ ചെനച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മാംസവും കൂടി ഉള്ളതാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടിയും കൂടി പുരട്ടിയതിന് ശേഷം ചെറുതായിട്ട് വരഞ്ഞ് വെച്ച് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ ഈ ഉച്ചനേരത്തൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച് നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ഇത് എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ പീസ് എടുത്ത് സാപ്പിട്ടുകൊണ്ടിരുന്ന് എഴുതുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ. ഇതാണ് സംഭവം. ഞാനിത് കുറച്ചിങ്ങനെ ചെയ്തിട്ട് എൻ്റെ സ്റ്റുഡൻസിന് ഓരോന്ന് വീതം കൊടുക്കാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതുപോലെ മുറിച്ച് അവർക്ക് കൊടുത്തു. എല്ലാവരും ഹാപ്പിയായി, നല്ല ടേസ്റ്റോടുകൂടി എല്ലാവരും തിന്നു. ഒന്ന് വീതം കൊടുക്കാനില്ലല്ലോ.